നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു നേതാവായിരുന്നു. ഇത്തവണ പാലക്കാട് നിന്നും മത്സരിച്ച് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ വലവീശി പിടിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങി ഗർഭചിത്രത്തിനായി നിർബന്ധിക്കുന്ന തെളിവുകൾ വരെ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പൊയ്മുഖം പുറത്തായതോടുകൂടി പല സ്ത്രീകളും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഏറെ ശ്രദ്ധേയമായ കാര്യം സോഷ്യൽ ആക്ടിവിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ അവന്തികയുടെ വെളിപ്പെടുത്തലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീലമ്പടൻ അവന്തിക എന്ന ട്രാൻസ് വുമണിനോട് അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിലാണ് പെരുമാറിയതെന്നും എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്ന തരത്തിൽ വളരെ വൈകൃതപരമായാണ് സംസാരിച്ചതെന്നുമാണ് അവന്തിക വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ സത്യം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് താൻ എന്നും അവന്തിക പറയുന്നു. എന്തായാലും ഇതേപ്പറ്റി അവന്തിക എന്നോട് സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ബന്ധപ്പെട്ട് അയാളൊരു തൃക്കാക്കര ഇലക്ഷന്റെ സമയത്ത് അതിന് ശേഷമാണ് ഞാനായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് വളരെ സൗഹാർദ്ദപരമായിട്ട് മെസ്സേജുകൾ അയക്കുകയും ആ മെസ്സേജ് ലൈംഗിക വൈകൃതയോടെ ഉള്ള മെസ്സേജുകളായി മാറുകയാണ് ഉണ്ടായത്. അയാള് 2 തവണ ഹൈദരാബാദിലേക്കും ബാംഗ്ലൂർക്കും വരാൻ ആവശ്യപ്പെടുകയും മാത്രമല്ല വളരെ ലൈംഗിക വൈകൃതപരമായി റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞപ്പോഴുള്ള പ്രതികരണം എന്തായിരുന്നു അവന്തികയുടെ? പ്രത്യേകിച്ചും പുള്ളി അത്രയും ജനസമ്മതനായ ഒരു യുവ നേതാവൊക്കെ ആയിട്ടാണല്ലോ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് അത്തരം മെസ്സേജുകൾക്കൊന്നും ഞാൻ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, MLA ആണ്, ജനപ്രതിനിധിയാണ്, മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നീടും അയാളുടെ സൗഹൃദ സംഭാഷണം തുടർന്നു. പിന്നീടും ഇടയ്ക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നു ആ സമയത്ത്? ആ സമയത്ത് എൻ്റെ 1-2 സുഹൃത്തുക്കളായിട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ടുള്ള സ്റ്റേജിലായിരുന്നു ഞാനത്. പുറത്ത് പറയണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പുറത്ത് പറഞ്ഞതിന് ശേഷം വളരെയധികം സൈബർ അറ്റാക്കിങ്ങും സൈബർ ബുള്ളിങ്ങും ഒക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് പോരാളികളുടെ ഭാഗത്ത് നിന്നായിരിക്കും അല്ലേ? അതെ, അവരുടെ ഭാഗത്തു നിന്നായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അവരുടെ ആളുകൾ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചിട്ടും അല്ലാത്ത അവരുടെ ഇടങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്, അതിപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോസുകളെല്ലാം ചേർത്തിട്ട് അത് വെച്ച് ആവശ്യമില്ലാത്ത കമന്റുകളാണ് ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നത്. ഓക്കെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഒരു സാധാരണ കോഴിത്തരം എന്നുള്ള രീതിയിലല്ലാതെ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കണമെങ്കിൽ അത്രയും ഒരു മാനസിക രോഗത്തിനടിമയാണെന്ന് തന്നെ കരുതിക്കൂടെ? തീർച്ചയായും, കാരണം അത്രയും അധപ്പതിച്ച രീതിയിലുള്ള ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ്. അപ്പോൾ അയാള് ഇങ്ങനെ MLA സ്ഥാനത്ത് നിൽക്കുന്നതൊന്നും തുടരുന്നതൊന്നും ജനങ്ങളെ സേവിക്കാൻ കൊടുക്കുന്നതൊന്നും അല്ല. അത് രാജിവെച്ച് അയാള് പോണമെന്നാണ് അഭിപ്രായം. കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഇത്തരം ഞരമ്പ് രോഗികളെ ഇനിയും MLA സ്ഥാനത്ത് ഇരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നാണ് പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അത് MLAയോ മന്ത്രിയോ ആരു തന്നെ ആയാലും, CPM-ഓ കോൺഗ്രസോ BJP-യോ ഏത് പാർട്ടിക്കാരായാലും ശരി, ഇത്തരം കാമപേക്കൂത്തുകളുമായി ജീവിക്കുന്നവരെ വലിച്ചെറിഞ്ഞ് ചവറ്റുകൊട്ടയിലേക്ക് തള്ളാൻ ജനങ്ങൾ ഏവരും ഒരുമിച്ച് അണിനിരക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.